ആവർത്തന പുസ്തകം അധ്യായം 32. ആകാശമേ കേൾക്കുക, ഞാൻ സംസാരിക്കും. ഭൂമി എൻ്റെ വായിലെ വാക്കുകൾ കേൾക്കട്ടെ. എൻ്റെ ഉപദേശം മഴ പോലെ പൊഴിയും, എൻ്റെ വചനം മഞ്ഞുപോലെയും ഇളമ്പുകല്ലിന്മേൽ ചാറ്റൽ മഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഞാൻ കർത്തൃനാമം ആഘോഷിക്കും. നമ്മുടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുവിൻ. അവൻ പാറയാകുന്നു, അവൻ്റെ പ്രവർത്തികൾ അത്യുത്തമം, അവൻ്റെ വഴികളെല്ലാം ന്യായമായവ. അവൻ വിശ്വസ്തനായ ദൈവം, വ്യാജരഹിതൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. അവർ അവനോട് അശുദ്ധമായി പെരുമാറി. അവർ അവൻ്റെ മക്കളല്ല, കളങ്കമത്രേ. വക്രതയും കോട്ടയവുമുള്ള തലമുറ, ദോഷത്വവും അജ്ഞതയുമുള്ള ജനമേ, നിങ്ങൾ കർത്താവിന് പകരം കൊടുക്കുന്നത് ഇങ്ങനെയോ? അവനല്ലയോ നിന്റെ പിതാവ്, നിന്റെ കർത്താവ്? അവനല്ലയോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ? മുൻകാലങ്ങൾ ഓർക്കുക, മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക. നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ പറഞ്ഞു തരും. നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യരെ വേർതിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ സംഖ്യയ്ക്കനുസരണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. കർത്താവിൻ്റെ ഓഹരിയെ അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവും ആകുന്നു. താൻ അവനെ മരുഭൂമിയിലും ശബ്ദം മുഴങ്ങുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവൻ്റെ ചുറ്റിലും നിന്ന് പരിപാലിച്ചുകൊണ്ട് കൺമണി പോലെ അവനെ കാത്തുരക്ഷിച്ചു. കഴുകൻ തൻ്റെ കൂടനയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് മീതെ പറന്നതുപോലെ അവൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. കർത്താവ് അവനെ നടത്തി. അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഔന്നത്യങ്ങളിൽ അവനെ വാഹനമേറ്റി. നിലത്തിലെ കൃഷി അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അവൻ കുടിപ്പാൻ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്നെണ്ണയും കൊടുത്തു. പശുക്കളുടെ വെണ്ണയും ആടുകളുടെ പാലും ആട്ടിൻകുട്ടികളുടെ മേധസ്സും ബാശാനിലെ ആട്ടുകൊറ്റന്മാരെയും കോലാടുകളെയും ഗോതമ്പുമണികളും അവന് കൊടുത്തു. നീ ദ്രാക്ഷാരസമായ വീഞ്ഞു കുടിച്ചു. യെശൂരൂൻ പുഷ്ടി പ്രാപിച്ചുയർന്നു. നീ പുഷ്ടി വച്ച് തടിച്ചിരിക്കുന്നു. തൻ്റെ സൃഷ്ടാവാം ദൈവത്തെ അവൻ ത്യജിച്ചു. തൻ്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. അവർ അന്യ ദൈവങ്ങളാൽ അവനെ കോപിപ്പിച്ചു, അശുദ്ധിയാൽ അവനെ കോപിപ്പിച്ചു. അവർ ഭൂതങ്ങൾക്കും ദൈവമല്ലാത്തവയ്ക്കും തങ്ങൾ അറിയാത്തവ ദേവന്മാർക്കും ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ആരാധിച്ചിട്ടില്ല. അവ പുതുതായുണ്ടായ നവീനമൂർത്തികൾ മാത്രം. നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു. നിന്നെ ഉൽപ്പാദിപ്പിച്ച ദൈവത്തെ നീ മറന്നു. കർത്താവ് അത്
കണ്ട് അവരെ തള്ളിക്കളഞ്ഞു. തൻ്റെ പുത്രീപുത്രന്മാരോടുള്ള കോപത്താൽ അവൻ അരുളി ചെയ്തു, ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും. അവരുടെ അവസാനം എന്ത് എന്ന് ഞാൻ നോക്കും. അവർ വക്രതയുള്ള തലമുറയത്രേ, നേരില്ലാത്ത മക്കളത്രേ. നിരർത്ഥക ദേവന്മാരെ കൊണ്ട് എനിക്ക് വൈരാഗ്യം വരുത്തി. മിഥ്യാമൂർത്തികളാൽ എന്നെ കോപിപ്പിച്ചു. ഞാനും സ്വന്തം ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് വിഷമം വരുത്തും. മൂഢജാതിയെ കൊണ്ട് അവരെ ദുഃഖിപ്പിക്കും. എൻ്റെ കോപത്താൽ അഗ്നിയാളി അഗാധ പാതാളത്തോളം കത്തും. ഭൂമിയെയും അതിൻ്റെ ഫലങ്ങളെയും ദഹിപ്പിച്ച് പർവ്വതാടിസ്ഥാനങ്ങളെ ചുട്ടുകളയും. ഒന്നിനുമേൽ ഒന്നായി അനർത്ഥങ്ങൾ അവരുടെ മേൽ വരുത്തും. എൻ്റെ അസ്ത്രങ്ങൾ അവരുടെ നേരെ അയയ്ക്കും. അവർ വിശപ്പ് മൂലം നശിക്കും. രോഗത്തിനും വ്യാധിക്കും പാത്രമാകും. മൃഗങ്ങളുടെ പല്ലും സർപ്പങ്ങളുടെ വിഷവും ഞാൻ അവരുടെ മധ്യേ അയയ്ക്കും. വീഥികളിൽ വാളും വീടുകളിൽ ഭീതിയും അയയ്ക്കും. യുവാവിനെയും യുവതിയെയും ശിശുവിനെയും വൃദ്ധനെയും സംഹരിക്കും. ഞങ്ങളുടെ കൈ വിജയം പ്രാപിച്ചു. ദൈവമല്ലോ ഇതെല്ലാം ചെയ്തു എന്ന് അവരുടെ ശത്രുക്കൾ തെറ്റായി വിചാരിക്കും. ശത്രു എന്നെ കോപിപ്പിക്കുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ അവരെ ഊതിമാറ്റി മനുഷ്യരിൽ നിന്ന് അവരുടെ സ്മരണ ഇല്ലാതാക്കുമായിരുന്നു. അവർ വിവേകമില്ലാത്ത ജാതിയത്രേ, അവർക്ക് പരിജ്ഞാനമില്ല. അവർ ജ്ഞാനത്തോടെ ഇത് മനസ്സിലാക്കി ഞങ്ങളുടെ ഭാവി എന്തെന്ന് ചിന്തിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അവരുടെ പാറ അവരെ വിട്ടുകളയും. കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും 10,000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല. അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ. അവരുടെ മുന്തിരിവള്ളി സോദോം വള്ളിയിൽ നിന്ന് ഓമോറ വയലുകളിൽ നിന്നും ഉള്ളവയത്രേ. അവരുടെ മുന്തിരിപ്പഴം വിഷവും മുന്തിരിക്കുല കയ്പുള്ളതുമാകുന്നു. അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിൻ്റെ വിഷവും മൂർഖൻ്റെ മഹാവിഷവും ആകുന്നു. ഇത് എൻ്റെ അടുക്കൽ സംഗ്രഹിച്ച് ഭണ്ഡാരത്തിൽ മുദ്രയിട്ടിരിക്കുന്നു. അവരുടെ കാൽ വഴുതുമ്പോൾ പ്രതികാരവും പ്രതിഫലവും എൻ്റെ കൈവശം ഉണ്ട്. അവരുടെ അനർത്ഥ ദിവസം സമീപസ്ഥം. അവർക്ക് സംഭവിപ്പാനുള്ളതും വേഗം വരുന്നു. ദൈവം തൻ്റെ ജനത്തെ വർദ്ധിപ്പിക്കും. അവരുടെ ബലം ക്ഷയിച്ചുപോയി. ബദ്ധനും സ്വതന്ത്രനും ഇല്ലാതെയായി തീർന്നു. അവൻ തൻ്റെ ദാസന്മാരെ കുറിച്ച് പശ്ചാത്തപിക്കും. അവരുടെ ബലിമേധസ് തിന്നുകയും പാനീയ ബലിയുടെ വീഞ്ഞ് കുടിക്കുകയും ചെയ്ത ദേവന്മാരും അവർ ആശ്രയിച്ച പാറയും എവിടെ? അവർ എഴുന്നേറ്റ് നിങ്ങളെ
സഹായിച്ച് നിങ്ങൾക്ക് താങ്ങായിരിക്കട്ടെ എന്ന് അവൻ അരുളിച്ചെയ്യും. ഞാൻ മാത്രമേയുള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുക. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനില്ല. ഞാൻ ആകാശത്തേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നിത്യനായിരിക്കുന്ന എന്നാണ് എൻ്റെ മിന്നലാകുന്ന വാൾ ഞാൻ മൂർച്ചയുള്ളതാക്കി എൻ്റെ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളോട് പ്രതികാരം ചെയ്യും. എന്നെ ദേഷിക്കുന്നവരോട് പകരം വീട്ടും. ഹതന്മാരുടെയും ബദ്ധന്മാരുടെയും രക്തം കൊണ്ടും ശത്രു നേതാക്കളുടെ ശിരസിൽ നിന്ന് വീഴുന്ന രക്തത്താലും ഞാൻ എൻ്റെ അസ്ത്രങ്ങളെ ലഹരി പിടിപ്പിക്കും. എൻ്റെ വാൾ മാംസം തിന്നും. ജാതികളെ അവൻ്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പിൻ. അവൻ സ്വന്തം ദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. തൻ്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും. തൻ്റെ ദേശത്ത് നിന്നും ജനത്തിനും പാപപരിഹാരം വരുത്തും. അനന്തരം മോശയും നൂന്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിൻ്റെ വചനങ്ങളെല്ലാം ജനത്തെ പാടിക്കേൾപ്പിച്ചു. മോശ ഈ വചനങ്ങളെല്ലാം ഇസ്രായേലിനോടും സംസാരിച്ചു തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കത്തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്ന സർവവചനങ്ങളും മനസ്സിൽ സംഗ്രഹിക്കുവിൻ. നിങ്ങളുടെ നിസ്സാര കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയത്രേ. നിങ്ങൾ കൈവശമാക്കുവാൻ യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്കിതു മൂലം ദീർഘായുസ്സുണ്ടാകും. അന്ന് തന്നെ കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ദേശത്തുള്ള ഈബാരീം പർവ്വതത്തിൽ നെബോ മലയ്ക്ക് മുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കി കണ്ടുകൊള്ളുക. നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വച്ച് മരിച്ചു. തൻ്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന മലയിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ സീൻ മരുഭൂമിയിൽ വച്ച് റുക്കാമിലെ കലഹജലത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മധ്യേ വച്ച് എന്നോട് തെറ്റ് ചെയ്തതുകൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യേ വച്ച് എന്നെ ശുദ്ധീകരിക്കായ കൊണ്ടും തന്നെ ഈ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും. എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ പ്രവേശിക്കുകയില്ല. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.